ന്യൂസ് അറ്റ് 9 ആദ്യം പോകുന്നത് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് തന്നെയാണ്. വൈറ്റ് ഹൗസിൽ നിർണായക ചർച്ച. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നത്. വൈറ്റ് ഹൗസിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ UN-ൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായക ചുവടുവെപ്പ് ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ വെടിനിർത്തൽ സാധ്യതകൾ തള്ളിക്കളഞ്ഞിട്ടുമില്ല. I want to start by asking you if you've seen this 21-point peace plan and if you plan to declare support for it at the White House tomorrow. Well, we're working on it, Jackie. It's not been finalized yet, but we're working with President Trump's team, actually as we speak, and I hope we can make it a go because we want to free our hostages. We want to get rid of Hamas rule and have them disarmed, Gaza demilitarized, and a new future set up for Gazans and Israelis alike, and for the whole region. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, 2 പോയിന്റുകൾ. ഒന്ന്, ഈ വെടിനിർത്തൽ സാധ്യത തള്ളിയിട്ടില്ല ബെഞ്ചമിൻ നെതന്യാഹു. 2, നിർണായകമായ തീരുമാനമുണ്ടാകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, നമ്മുടെ ഇന്ത്യൻ സമയം 8:30 ഈ കൂടിക്കാഴ്ച തുടങ്ങും എന്നായിരുന്നു ആദ്യം പറഞ്ഞെങ്കിലും ഒരു 25 മിനിറ്റ് വൈകി നെതന്യാഹുവും ട്രംപും കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ ട്രംപ് നെതന്യാഹുവിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ചില മാധ്യമപ്രവർത്തകർ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു സമാധാനം ഗാസയിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു വിശ്വാസം ട്രംപിനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ഉറക്കെ ചോദിക്കുന്നത്. അപ്പോൾ ട്രംപ് അതിന് മറുപടി പറഞ്ഞത് ഐ ആം കോൺഫിഡൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടപ്പിലാകും എന്ന വലിയ ഒരു പ്രതീക്ഷയാണ് ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 21 പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം 48 മണിക്കൂറിനകം ഈ ഇസ്രായേലിൻ്റെ ബന്ദികളായി പിടിച്ചിട്ടുള്ള ഇസ്രായേലികളെ മുഴുവൻ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. അത്തരം ഈ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് 48 മണിക്കൂർ സമയമായിരിക്കും മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാനുള്ള ഒരു സമയപരിധി. അതോടൊപ്പം തന്നെ ഇസ്രായേലും അവരുടെ കയ്യിലുള്ള പാലസ്തീൻ ബന്ദികളായിട്ടോ അല്ലെങ്കിൽ തടവുകാരൊക്കെ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും വിട്ടു നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ബാങ്കിലുള്ള അധിനിവേശം പൂർണ്ണമായി ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നതിൻ്റെ ഭാഗമായി പറയുന്നു. ഒരു സ്വതന്ത്ര സർക്കാർ അവിടെ വരും. അതിൽ ഹമാസിന് പങ്കുണ്ടാകരുതെന്ന് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതും ഈ നടപടിയുടെ ഭാഗമായി വരും. അപ്പോൾ അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക, ഒപ്പം അവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരിക എന്നായിരുന്നു. അപ്പോൾ അതിനിടയിൽ ചില ഊഹാപോഹങ്ങളൊക്കെ പരന്നു. ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ്, ഒരു ഇടക്കാല സർക്കാരിൻ്റെ ഒരു ആവശ്യം വരും. അതിന് നമ്മുടെ ടോണി ബ്ലെയറിനെ ഇതിന് ചുമതലപ്പെടുത്തുമെന്നൊക്കെ തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അപ്പോൾ മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അത് ഏറ്റെടുക്കില്ല, അത്തരം ഇത് ഒരു നരകതുല്യമായ ഒരു പണിയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് പിന്മാറുകയും ചെയ്തു. പക്ഷേ ഏതായാലും ഒരു ഇടക്കാല സർക്കാർ അവിടെ വരികയും ജനാധിപത്യ സംവിധാനത്തിലേക്ക് പലസ്തീന് നീങ്ങാൻ കഴിയുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ വരികയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കുന്നു. അതിൽ ഈ 21 പോയിന്റുകളിൽ എന്തൊക്കെ മാറ്റം വരും, എങ്ങനെയൊക്കെ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കും, അതിലെന്തൊക്കെ കാര്യങ്ങൾക്ക് നെതന്യാഹു അംഗീകാരം നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഹമാസ് ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന ചോദ്യം അടുത്ത ഘട്ടത്തിൽ ആണ് ഉയരുന്നത്. പൂർണ്ണമായി അത്തരം ഒരു സംഘടനയുടെ ആവശ്യം അവിടെയില്ല. ജനകീയമായ ഒരു സർക്കാരിൻ്റെ സാഹചര്യമാണ് അവിടെ ഒരുങ്ങേണ്ടത് എന്നാണ് ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ട്രംപ് പറയുന്നത്. ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലൊരു സ്പെഷ്യൽ നേട്ടം ഇതിൽ ഉണ്ടാകും, ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട്. അപ്പോൾ മധ്യേഷ്യയിൽ സമാധാനം തനിക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നോബൽ സമ്മാനത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ട്രംപ് തുടരുമ്പോൾ ഇവിടെ ഒരു ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അതിനൊരു അവസാനം കുറിക്കാൻ കഴിഞ്ഞാൽ അത് ട്രംപിനൊരു ആഗോളതലത്തിൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രത്തിന് ഒരു വിജയമാകാം, അതൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കാനും കഴിയും. യെസ്, എന്തായാലും മനു തുടരുക. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വാർത്ത, അതായത് ഗാസയിൽ സമാധാനം പുലരുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ഒപ്പം ചേർത്ത് പറയുന്നത് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവയുമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ആയിരുന്നു ആ കൂടിക്കാഴ്ച.
പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം പിണറായി വിജയൻ അറിയിച്ചു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി പ്രവർത്തിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്ന് മുഖ്യമന്ത്രി അംബാസഡറെ അറിയിക്കുകയും ചെയ്തു. ഇസ്രായേലി അധിനിവേശവും പലസ്തീൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും അംബാസഡർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഈ നിർണായക സന്ദർഭത്തിൽ കേരളം നൽകുന്ന പിന്തുണ മഹത്തരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പലസ്തീന് ഐക്യദാർഢ്യവുമായി LDF സജീവമായി രംഗത്ത് വരുന്നുണ്ട്. ഒക്ടോബർ 2 കോഴിക്കോട് LDFന്റെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കും. പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബുൽ ഷാവേസ് തന്നെയാണ് മുഖ്യാതിഥിയാവുക. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനവും ചെയ്യും. അമേരിക്കയിലേക്ക് തിരികെ എത്തുമ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിൽ ആണ് പ്രഖ്യാപനം. ഒരു കുഞ്ഞിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ സിനിമാ നിർമ്മാണ ബിസിനസ് അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ട്രംപിന്റെ ആക്ഷേപം. നികുതി ഇളവുകളും വിദേശത്തെ വേതനം കുറഞ്ഞ തൊഴിലാളികളും തേടുന്നതിന് പകരം സ്റ്റുഡിയോകളെ US മണ്ണിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനാണ് താരിഫുകൾ ലക്ഷ്യമിടുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, ഇത് ഹോളിവുഡ് ഇൻഡസ്ട്രിയെ ഒന്നാകെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണല്ലോ. സിനിമാ ലോകം, പ്രത്യേകിച്ച് ഹോളിവുഡ്, ഏത് നിലയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, ഇവിടെ ട്രംപ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സിനിമാ വ്യവസായം അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പല രാജ്യങ്ങളും അതിൻ്റെ ടൂറിസവും മറ്റു കാര്യങ്ങളും മുൻനിർത്തി ഈ സിനിമാ വ്യവസായത്തിന് വലിയ തോതിൽ നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്. 2, ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ചിലവ് കുറഞ്ഞ ആളുകളെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അത് കൂടുതൽ ലാഭകരമാകും. അതുകൊണ്ട് ഈ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ഇതൊക്കെ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ബാധിക്കുന്നത് ഹോളിവുഡിനെയാണ്. പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ ഗവർണർ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാലിഫോർണിയയെ സംരക്ഷിക്കാനും ഈ ഹോളിവുഡിനെ നിലനിർത്താനും ഒക്കെ തനിക്ക് ചില കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മുട്ടായി പതുക്കെ തട്ടിയെടുക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് സിനിമാ വ്യവസായത്തെ ആളുകൾ തട്ടിയെടുക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ചെറിയ ചില ഇളവുകളൊക്കെ നൽകുകയും അവിടുത്തെ സാമ്പത്തിക ലാഭമൊക്കെ കാണിച്ച് കൊതിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് അമേരിക്കൻ സിനിമാ വ്യവസായത്തെയും കാലിഫോർണിയയും സംരക്ഷിക്കാനുള്ള തൻ്റെ ഒരു നീക്കമാണ് ഇത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നോർത്ത് കരോലിനയിൽ അവിടെ വലിയ ഫർണിച്ചർ ബിസിനസ്സുണ്ട്. അപ്പോൾ ഈ ഫർണിച്ചർ അവിടെ നിന്ന് പലരും വാങ്ങുന്നില്ല. അപ്പോൾ ഫർണിച്ചർ വാങ്ങാത്ത കാലിഫോർണിയൻ ഫർണിച്ചറുകൾക്ക് ഒരു ഇറക്കുമതി അനുമതി കൊടുക്കാത്ത രാജ്യങ്ങളെയൊക്കെ ഇനി കർശനമായി പിടിക്കാൻ പോവുകയാണ്. കാലിഫോർണിയയും രക്ഷിക്കേണ്ടതുണ്ട്, നോർത്ത് കരോലിനയെയും രക്ഷിക്കേണ്ടതുണ്ട്. ഈ സിനിമാ വ്യവസായത്തിൽ എങ്ങനെയാണ് കാലിഫോർണിയ രക്ഷിക്കുന്നത്, അതുപോലെ ഈ ഫർണിച്ചർ വ്യവസായത്തിൽ നോർത്ത് കരോലിനയെയും രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 സ്ഥലത്തും ആവശ്യമായ ചില താരിഫുകൾ ഉണ്ടാക്കി താൻ ഇവരെ സംരക്ഷിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരിഫ് തർക്കങ്ങൾക്ക് ഇടയിൽ ട്രംപ് പുതിയ പ്രഖ്യാപനങ്ങളുമായി വരികയാണ്. ഏതായാലും പീയൂഷ് ഗോയൽ ഇന്ന് വ്യക്തമാക്കിയത് അമേരിക്കയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായും നിരവധി രാജ്യങ്ങളുമായി ഇത്തരം കരാറിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ത്യ ഇതിനെയൊക്കെ നോക്കിക്കാണുമ്പോഴും ട്രംപ് അനുദിനം തൻ്റെ നടപടികൾ കൂടുതൽ കർശനമാക്കുകയും പലതരത്തിലേക്ക് അതിന് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യെസ്, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് 5-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടായതാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള സിനിമകൾക്ക് ആണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഉള്ള താരിഫ് നിശ്ചയിച്ചത് എങ്കിൽ ഇപ്പോൾ അമേരിക്കനിൽ ഉള്ള ആളുകൾ പുറത്തുപോയി അമേരിക്കയുടെ സിനിമ നിർമ്മിച്ചാലും ഇത്തരത്തിലുള്ള താരിഫ് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അമേരിക്കയെ ഞെട്ടിച്ച ഒരു വെടിവെപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അമേരിക്കയിലെ മിഷിഗണിൽ ആയിരുന്നു ഈ വെടിവെപ്പ്. ഈ വെടിവെപ്പിൽ മരണസംഖ്യ ഉയർന്നു. ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെന്ററിൽ ആയിരുന്നു ആക്രമണമുണ്ടായത്. പള്ളിക്ക് തീവെച്ച അക്രമിയെ പോലീസ് വധിക്കുകയും ചെയ്തു. ഞായറാഴ്ച പ്രാർത്ഥന നടക്കുന്ന സമയത്തായിരുന്നു പള്ളിയിലെ ഞെട്ടിക്കുന്ന ആക്രമണം. ഡെട്രോയിറ്റിൽ നിന്ന് 50 മൈൽ വടക്കാണ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് സ്ഥിതി ചെയ്യുന്നത്.
പള്ളിയുടെ മുൻവാതിലിലേക്ക് തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന 40-കാരൻ തന്റെ ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ പള്ളിയിലുണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർത്തു. 2 പേർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. തുടർന്ന് ഇയാൾ പള്ളിക്ക് തീയിടുകയായിരുന്നു. 2 പേർ പൊള്ളലേറ്റാണ് മരിച്ചത്. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ പള്ളിയിലേക്കെത്തിയ സുരക്ഷാസേന അക്രമിയെ വെടിവെച്ചു കൊന്നു. There is a couple additional bodies that we've discovered in the church, so that makes our total victim count up to 4 victims. As I said before, there has already been the suspect who is deceased as well. So we have 5 deceased persons from this tragic incident. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ അപലപിച്ചു. അമേരിക്കയിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും ഇത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഭവത്തിൽ FBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ തോമസ് ജേക്കബ് സാൻഫോർഡ് മുൻ സൈനികനായിരുന്നു. 2004 മുതൽ 2008 വരെ മറൈൻ വെറ്ററനായിരുന്ന ഇയാൾ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മിഷിഗണിലെ ആക്രമണം നടക്കുന്നതിന് 12 മണിക്കൂർ മുൻപ് നോർത്ത് കരോലിനയിൽ മറ്റൊരു മുൻ സൈനികനും ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തിരുന്നു. ഇതിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിഗൽ എഡ്ജ് എന്ന ഈ അക്രമിയും ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ സൈനികനാണ്. 2 സംഭവവുമായി ബന്ധമുണ്ടോയെന്നും FBI പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യക്ക് കപ്പ് ലഭിച്ചു എങ്കിലും ആ കപ്പ് സ്വന്തമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ കപ്പ് ലഭിക്കുമോ എന്നതിൽ അവ്യക്തതയാണ്. ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായിട്ടും ഇന്ത്യൻ ടീമിന് ട്രോഫിയും മെഡലും നൽകാത്ത ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനെതിരെ പരാതി നൽകാൻ BCCI പാകിസ്ഥാൻ മന്ത്രിയായ ACC ചെയർമാൻ മൊഹസിൻ നഖ്വി ഗുരുതര വീഴ്ചയാണ് വരുത്തിയത് എന്ന് ICCയെ ബോധ്യപ്പെടുത്തും എന്നാണ് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തകർത്ത ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹമാണ്. നാടകീയ രംഗങ്ങൾക്കാണ് ഏഷ്യ കപ്പിലെ ജയത്തിനു ശേഷം ദുബായ് സാക്ഷ്യം വഹിച്ചത്. 1 മണിക്കൂറോളം വൈകിയാണ് പാക് താരങ്ങൾ ട്രോഫി വിതരണം നടക്കുന്ന വേദിയിലേക്കെത്തിയത്. മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾക്ക് ശേഷം ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി നൽകാൻ നിന്നത് പാക് മന്ത്രിയും ACC മേധാവിയുമായ മൊഹസിൻ നഖ്വി. നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ ടീം അറിയിച്ചിരുന്നു. നിലപാടിൽ ഇന്ത്യ ഉറച്ചതോടെ നഖ്വി മറ്റൊരു നീക്കം നടത്തി. ട്രോഫിയും ജേതാക്കളുടെ മെഡലും ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് BCCI സ്വീകരിക്കുന്നത്. ICCയിൽ ഉന്നയിക്കുമെന്ന് സെക്രട്ടറി. So far as the trophy is concerned, trophy distribution, India cannot take the trophy from the person who is waging a war against our country. So we have taken a decision not to accept the trophy, but that does not allow that gentleman to take over the trophy and the medals to his hotel. This is unexpected, very childish in nature, and we'll lodge a very strong protest with ICC in the forthcoming ICC meeting to be held in Dubai in the first week of November. ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു അനുഭവമെന്നും ജയിച്ച ടീമിന് ട്രോഫി നൽകാത്തത് അനീതിയാണെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രതികരിച്ചു. യഥാർത്ഥ ട്രോഫി തനിക്കൊപ്പമുള്ള താരങ്ങളാണെന്നും സൂര്യകുമാർ യാദവ്. I think this is one thing which I have never seen since I started playing cricket, since I started following cricket, that a champion team is denied to get a trophy. I mean, that to a hard-earned one. It's not like आसानी से हो गया सब, but it was a hard-earned tournament. We were here since 4th, played a game today, 2 back-to-back good games in 2 days. I feel we deserved it, and I can't say anything more. I think I have summed it up really well. And if you tell me about the trophies, my trophies are sitting in my dressing room. All the 14 guys with me, all the support staff, those are the real trophies. അതേസമയം ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. പ്രധാനമന്ത്രിക്കുള്ള മറുപടിയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ. ഓപ്പറേഷൻ സിന്ദൂരിനോട് ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഏഷ്യ കപ്പ് വിജയത്തെക്കുറിച്ചുള്ള ഈ മോദിയുടെ പരാമർശത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി രാജ്യത്തിന്റെ നേതാവ് തന്നെ ഫ്രണ്ട് ഫൂട്ടിൽ ബാറ്റ് ചെയ്യുന്നു എന്നതായിരുന്നു. देश के लीडर खुद बैटिंग करते हैं फ्रंट फुट पे, ऐसा लग रहा था. उन्होंने स्ट्राइक ली और रन बनाए, बहुत अच्छा लगा देख के. और जब सर ही आगे खड़े हैं सबके, तो फिर प्लेयर्स तो खुल के खेलेंगे ना. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുമ്പോൾ, മിഥുൻ, ഇതിലിപ്പോൾ ഈ
കപ്പ് ലഭിക്കാത്തതിലുള്ള കോൺട്രവേഴ്സി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ആശംസ, അതിന് സൂര്യകുമാർ യാദവ് നൽകിയ മറുപടി. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഈ ടീമിന് പ്രശംസയൊന്നും ഉണ്ടാകുന്നില്ല എന്നതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നുണ്ടല്ലോ. എന്താണ് അതിന് കോൺഗ്രസ് നൽകുന്ന മറുപടി? അഭിലാഷ്, വളരെ വലിയ വിവാദങ്ങളായിരുന്നു ഈ ഏഷ്യ കപ്പ് തുടങ്ങിയത് മുതൽ നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏഷ്യ കപ്പ് പൂർത്തിയായതിനു ശേഷവും വിവാദങ്ങൾ ഒട്ടും തന്നെ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് പുതിയൊരു വിവാദം BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് രാജ്യമെമ്പാടും ഏഷ്യ കപ്പിലെ വിജയം അത് ആഘോഷിക്കുമ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണവുമായാണ് BJP രംഗത്ത് വരുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ തിലക് എന്ന പേരിൽ ഒരു അഭിനന്ദന പ്രവാഹം എന്ന രീതിയിൽ BJP ട്വിറ്റർ ഹാൻഡിലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമൊക്കെ വലിയ രീതിയിൽ ഇതിനെ ആഘോഷമാക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള പ്രതികരണം കോൺഗ്രസ് നടത്താത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അമിത് മാളവ്യ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. അതായത് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കളിക്കളത്തിലെ ജയം അതൊരു രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറുമായി ഇതിനെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന നീക്കത്തെ, BJPയുടെ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം തന്നെയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിരൂക്ഷമായ വിമർശനം ഇതിനെതിരെ നേതാക്കൾ നടത്തുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്, രാഹുൽ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെതിരെ BJP നേതാക്കൾ രംഗത്ത് വരുന്നത്. അതായത് ഭായ് ഭായ് എന്ന ബന്ധമാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വെച്ചു പുലർത്തുന്നത്. അതായത് എത്ര വിമാനങ്ങൾ തകർന്നു വീണു എന്ന് കണക്ക് ചോദിച്ച രാഹുൽ ഗാന്ധി ഈ വിഷയത്തിലും മൗനം പാലിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനോടകം തന്നെ ഇതുവരെയും കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ പോലും ഈ വിജയത്തെ ആഘോഷമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ ടീം ഇന്ത്യക്ക് പ്രശംസിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് അതിൽ രാഷ്ട്രീയമായി കാണുക, ഒപ്പം തന്നെ കളിയെ കളിയായി കാണുക എന്നുള്ളതാണ്. അതിലൊരു തരത്തിലും രാഷ്ട്രീയം വെച്ച് കലർത്താൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് നമുക്ക് പവൻ ഖേര അടക്കമുള്ള നേതാക്കളുടെ വക്താക്കളുടെ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങളൊന്നും തന്നെ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് അഭിലാഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹസ്തദാന വിവാദം, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു ഏഷ്യ കപ്പിൽ ഉടനീളം വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിനെതിരെ ICCക്ക് BCC തന്നെ രേഖാമൂലം പരാതി നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. സൂര്യകുമാർ യാദവിനെതിരെ PCBയും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു വിവാദവും കൂടി രാഷ്ട്രീയവും, അതായത് ക്രിക്കറ്റിന്റെ രാഷ്ട്രീയം പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു, പാകിസ്ഥാനുമായി കൂടുതൽ സൗഹൃദ ബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട്. അതേസമയം ചില ഘട്ടങ്ങളിലെങ്കിലും മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വേദികൾ മാറ്റുക, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഇത് ചർച്ചയാകുന്നത്. അതേസമയം കരൂർ ദുരന്തത്തിൽ നടൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി FIR. വിജയ് മനഃപൂർവ്വം വൈകി, റോഡിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം അവഗണിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് FIR-ൽ ഉള്ളത്. അതേസമയം തമിഴക വെട്രി കഴകത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ രംഗത്ത് വന്നിട്ടുണ്ട്. വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് TVK കത്ത് നൽകിയിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. മിഥുൻ തന്നെയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഇതിലിപ്പോൾ ഏറ്റവും പുതുതായുള്ളത് വിജയ്ക്ക് എതിരായ FIR എന്ന് തന്നെ പറയാം. ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് ബോധപൂർവം വേദിയിലേക്ക് എത്താൻ വൈകി, അങ്ങനെ കൂടുതൽ ആളുകളെ എത്തിക്കുന്നു, റോട്ടിൽ ഇറങ്ങരുത് എന്ന് പോലീസ് തന്നെ നിർദ്ദേശിച്ചിരുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അറിയിപ്പുകളെല്ലാം ലംഘിച്ചു എന്നുള്ളതാണല്ലോ. എത്രത്തോളം വലിയ ആരോപണങ്ങളാണ് ഈ FIR-ലുള്ളത്? അഭിലാഷ്, FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് 4 മണിക്കൂർ വിജയ് മനഃപൂർവ്വം വൈകിച്ചു എന്നാണ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. അനുമതി നൽകിയത് 10,000 പേർക്കാണ്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് 25,000-ൽ മുകളിൽ ആളുകളാണ്. അതായത് ഒരു പ്രാഥമിക കണക്കുകൾ മാത്രമാണ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഒരു തരത്തിലുമുള്ള നിബന്ധനകൾ പാലിച്ചിട്ടില്ല. ഇതാണ് ആളുകൾ കൂടാൻ കാരണമായത്. മണിക്കൂറുകൾ കാത്തിരുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളോ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 11 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. സംഘാടകർക്ക് പലതവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയാണ് ഇത്തരത്തിൽ വൈകിപ്പിക്കരുത്, അതായത് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പരിപാടി തുടങ്ങണമെന്നുള്ള നിർദ്ദേശം പലതവണ പോലീസ് നൽകിയതായിട്ടാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും തന്നെ സംഘാടകർ കേൾക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് FIR ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രവർത്തകർ പിന്നീട് ചെറിയ ഷെഡുകളിലും ഒപ്പം തന്നെ മരങ്ങളിലുമൊക്കെ കയറിയിരിക്കുകയും ചെയ്തു. പിന്നീട് ഇത് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അത് ഈ താഴെ നിന്നവരുടെ മുകളിലേക്കാണ് പതിക്കുകയും ചെയ്തത്. അതാണ് ഈ ഒരു ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചില വിമർശനങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളുമാണ് FIR ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, അല്പസമയത്തിന് മുമ്പ് അഭിലാഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 25 പേർ മരിച്ചത് ശ്വാസം എടുക്കാനാകാതെയാണ്. 10 പേരുടെ മരണം വാരിയലുകൾ തകർന്നിട്ടാണ്. മരിച്ച 9 കുട്ടികളുടെയും കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. പിന്നൊന്ന് പറയുന്നത്, മരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെ ആന്തരിക അവയവങ്ങൾ തകർന്നിട്ടുണ്ട്. പലർക്കും 3 മിനിറ്റ് നേരം വരെ ശ്വാസം എടുക്കാനായിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിജയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നാളെ താരത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് എവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനിടെ അന്വേഷണവും തുടരുന്നു. അതാണ്, അന്വേഷണം തുടരുന്നു. ഒപ്പം വിജയുടെ പ്രതികരണം ഇനിയും വരേണ്ടതുണ്ട്. ന്യൂസ് 18ലെയും മനോരമ ന്യൂസിലെയും മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് അനുകൂല സൈബർ പോരാളി നിസാർ കുമ്പളയ്ക്ക് എതിരെ ന്യൂസ് 18 സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആണ് നടപടി. സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകിനാണ് അന്വേഷണ ചുമതല. അധിക്ഷേപ പോസ്റ്റിന് പുറമെ അശ്ലീല കമന്റുകൾ ഇട്ടവരെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം നിസാർ കുമ്പളയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല എന്ന് കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഉള്ളത് പറയാം കാണാം.